ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. അറിവില്ലാത്തവരോട് ഒരിക്കലും തർക്കിക്കരുത്, നിങ്ങൾ വിജയിക്കുമായിരിക്കും. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. അറിവുള്ളവരോട് തർക്കിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പലതും നേടാനുണ്ട്. ഈശ്വര സാന്നിധ്യം നമ്മെ ശരിയായ വഴിയിൽ നയിക്കുകയും ആപത്തിൽ താങ്ങാവുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നാരായണീ നാരായണീ നമോസ്തുതേ. ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും എനിക്കമ്മയാണംബികേ. 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 ദുർഗയോ ഞാൻ കാണും രൂപത്തിൽ ദ്രംഷ്ടങ്ങളില്ല, കൈകളിൽ ശൂല കപാലങ്ങളില്ല. ഞാൻ കാണും രൂപത്തിൽ ദ്രംഷ്ടങ്ങളില്ല, കൈകളിൽ ശൂല കപാലങ്ങളില്ല. നാദാമൃതം തൂകും വീണയും കയ്യിലേന്തി ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും എനിക്കമ്മയാണംബികേ. ദുർഗയോ കത്തിജ്വലിക്കുന്ന കണ്ണുകളില്ല, ദിക്കെട്ടും ഞെട്ടുന്ന അട്ടഹാസവുമില്ല. കത്തിജ്വലിക്കുന്ന കണ്ണുകളില്ല, ദിക്കെട്ടും
ഒരു വാത്സല്യ പീയൂഷം. ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും എനിക്കമ്മയാണംബികേ. ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും എനിക്കമ്മയാണംബികേ. ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും എനിക്കമ്മയാണംബികേ. ദുർഗയോ നളദമയന്തിമാരുടെ പുനഃസമാഗമത്തിന് നിമിത്തമായ ഋതുപർണന്റെ കഥയാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നളചരിതം കഥയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നളരാജാവിനെക്കുറിച്ചും ദമയന്തിയെക്കുറിച്ചും കാർക്കോടകനെക്കുറിച്ചും നമ്മൾ കേട്ടു. ഒരാളെക്കുറിച്ചുകൂടി കേൾക്കാൻ ബാക്കിയുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഋതുപർണ രാജാവിനെ കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആരാണ് ഈ ഋതുപർണൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ്? അദ്ദേഹം അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു. ആ വംശത്തിലാണ് പിന്നീട് ദശരഥ മഹാരാജാവിൻ്റെ മകനായിട്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി വന്ന് ജനിക്കുന്നത്. അപ്പം ആ വംശം, ആ സൂര്യവംശത്തിലെ അയോധ്യയിലെ ഒരു രാജാവായിരുന്നു ഋതുപർണൻ. ആ ഋതുപർണന്റെ സാരഥിയായിട്ട്, ആ ഋതുപർണന്റെ കുതിരക്കാരനായിട്ടാണ് നമുക്ക് നേരത്തെ കാർക്കോടകൻ കടിച്ച് ആ രൂപമൊക്കെ മാറിയിട്ടുള്ള നളൻ, അല്ലെങ്കിൽ ഇപ്പോൾ വിളിക്കുന്ന പേര് ബാഹുകൻ, അവിടെ താമസിക്കുന്ന കാലത്താണ് ഈ ഋതുപർണനുമായിട്ടുള്ള നളന്റെ അല്ലെങ്കിൽ ബാഹുകന്റെ ഒരു സൗഹൃദം ഉണ്ടാവുന്നതും അവർ പരസ്പരം അവർക്കുള്ള രണ്ട് മന്ത്രങ്ങൾ, അക്ഷഹൃദയവും അതുപോലെ തന്നെ അശ്വഹൃദയം എന്ന് പറയുന്ന രണ്ട് മന്ത്രങ്ങൾ. അക്ഷഹൃദയം ചൂതുകളിയിൽ ജയിക്കാനുള്ള മന്ത്രവും അശ്വഹൃദയം വേഗത്തിൽ കുതിരകളെ പായിക്കാനുള്ള മന്ത്രമാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതും വിദർഭയിലേക്ക് ഋതുപർണന്റെ ഒപ്പം സാക്ഷാൽ നളൻ ബാഹുകനായിട്ട് പോകുന്നതും അവിടെ ചെന്ന് ദമയന്തിയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു തിരിച്ചറിയാനുണ്ടായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളും പിന്നീട് അത് നളനാണ് ഈ ബാഹുകൻ എന്ന് മനസ്സിലാക്കുന്നതും നളൻ പണ്ട് കാർക്കോടകൻ കൊടുത്തിട്ടുള്ള വസ്ത്രം വീണ്ടും ധരിച്ച് നളൻ തന്നെയായി ദമയന്തിയെ സ്വീകരിക്കുന്നതും തിരിച്ച് വീണ്ടും നൈഷധത്തിലേക്ക് എത്തി അവിടെ പുഷ്കരണമായിട്ട് ചൂതുകളിലൂടെ ഈ പറഞ്ഞ മന്ത്രം കൂടെ ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ അക്ഷഹൃദയം എന്ന് പറഞ്ഞ മന്ത്രം കൂടെ ഉപയോഗിച്ചുകൊണ്ട് ചൂതുകളിയിൽ പുഷ്കരനെ പരാജയപ്പെടുത്തി വീണ്ടും മഹാരാജാവായി എല്ലാ തരത്തിലുള്ള ഒരു സർവ്വപ്രൗഢികളോടും കൂടി അദ്ദേഹം വീണ്ടും ആ രാജ്യം ഭരിച്ചു എന്നുള്ളതാണ് നളന്റെ കഥ. ഈ കഥ പറഞ്ഞു കൊടുത്ത ആൾക്കാരെ മറക്കരുത്. പണ്ട് വനപർവ്വത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന് ബൃഹാശ്വൻ എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് ഈ നളമഹാരാജാവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ കഥ മുഴുവൻ വിസ്തരിക്കാൻ എനിക്ക് കൂടെ ഒരു പ്രേരണ ഉണ്ടായത്. കാരണം ഈ യുധിഷ്ഠിര മഹാരാജാവിന് കലിബാധ ഉണ്ടാവുമോ എന്നൊരു ഭയം ഈ മഹർഷിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ 4 പേരെ സ്മരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും കലിബാധ ഉണ്ടാവില്ല എന്നാണ്. ആരൊക്കെയാണ് ആ 4 പേര്? ഒന്ന്, സാക്ഷാൽ നിഷാദ രാജാവായിട്ടുള്ള നളൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ദമയന്തി, അദ്ദേഹത്തെ സഹായിച്ച ഋതുപർണൻ, ഒപ്പം അദ്ദേഹത്തെ സഹായിച്ച കാർക്കോടകൻ. ഈ 4 പേരുടെയും നാമങ്ങൾ ഉച്ചരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കലിയുടെ ബാധ ഉണ്ടാവില്ല എന്നാണ്. അപ്പം നമ്മൾ ഈ 4 ദിവസമായിട്ട് യഥാർത്ഥത്തിൽ കേട്ടത് കലിദോഷം മാറ്റാനുള്ളൊരു വിദ്യയായിരുന്നു. നമ്മൾ നളനെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ ദമയന്തിയെക്കുറിച്ച് പറഞ്ഞു, കാർക്കോടകനെ കുറിച്ച് പറഞ്ഞു, ഇന്ന് ഋതുപർണനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ കലിദോഷം എന്ന് പറയുന്ന ഈ കലികാലത്തിൽ ഉണ്ടാവുന്ന ദോഷം സർവ്വതിനെയും ഒരു താമസികമായിട്ടുള്ള മനോഭാവത്തോടു കൂടി നോക്കിക്കാണാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രവണതയാണ് കലി എന്ന് പറയുന്നത്. ഒന്നിനെയും ചിന്താശേഷി ഇല്ലാതെ നേരിടാൻ ഇറങ്ങുന്ന മനുഷ്യൻ്റെ പ്രവണതയാണ് കലി. ഇതാണ് നളനെ ബാധിച്ചത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് എല്ലാം നഷ്ടമായത്. അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ, സാമാന്യം ഭേദപ്പെട്ട ഒരു ജീവിതം ജീവിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ കലിയുടെ ദോഷം ഉണ്ടാവരുതെന്നാണ്. ഈ നളൻ്റെ കഥ ആര് കേൾക്കുന്നുവോ അവർക്ക് കലിദോഷം ഉണ്ടാവില്ല എന്ന് സജ്ജനങ്ങൾ പറയുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ കലിദോഷത്തിൽ നിന്ന് മോചിതരാവാൻ
ഈ നളചരിതം കഥ കൊണ്ട് സാധിക്കട്ടെ. നളചരിതം ഒരു പുരാണ കഥ എന്ന രീതിയിൽ മാത്രമല്ല, ഇത് വളരെ വിശദമായിട്ട് നളചരിതം ആട്ടക്കഥയായിട്ടുണ്ടായി വാരി എഴുതിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പദങ്ങളൊക്കെ ചേർന്ന ഒരു കലാപരമായിട്ടുള്ള പാരമ്പര്യം കൂടി നളചരിതത്തിനുണ്ട് എന്നുകൂടെ അതിൻ്റെ കൂടെ ഒപ്പം ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെയുള്ള ആ നളചരിതം കഥയെ ഇത്ര ദിവസം കൊണ്ട് കേൾക്കാൻ നമുക്കൊരു ഭാഗ്യം ഉണ്ടായതിന് ശ്രീ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചുകൊണ്ട് നളനെ പോലെ എല്ലാ തരത്തിലുള്ള പ്രൗഢിയോടും കൂടി ആ തുടർന്നുള്ള ജീവിതം ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. പ്രാർത്ഥനകൾ നിഷ്കാമമാകണമെന്ന് പറയുമ്പോഴും ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നേക്കാം. ഇതിൽ തെറ്റൊന്നുമില്ല. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ശൈലേന്ദ്രകന്യേ സകലേന്ദ്രവന്ദ്യേ കൈലാദ്രിനാഥോജ്വലരാഗപൂർണേ കൈരാധവർണേ പുരാണകാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസ്സിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ധ്യാനാത്മകമായി മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ്. മുൻജന്മത്തിലെ പാപപുണ്യ കർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്ത് സൃഷ്ടിക്കപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നത്. തൃപ്പദ പത്മത്തിൽ അർപ്പിതമാകും ആത്മാവിനു ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരിങ്ങോൾ ഭഗവതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത്. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ. ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ച് 8ാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. 8ാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും മരണഭയം പൂണ്ട കംസൻ ശൈശവരൂപത്തിലുള്ള പെൺകുഞ്ഞിനെയും കൊല്ലാനൊരുങ്ങി. പൊടുന്നനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൗമ തേജസ്സോടെ നിറഞ്ഞു നിന്നു. ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നോൾ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരുങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. സർവ ചൈതന്യങ്ങളുടെയും പരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗണങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹാവൃക്ഷങ്ങളെന്നും പറയപ്പെടുന്നു. വൈകുണ്ഠനാഥരമണി വൃക്ഷങ്ങൾ സദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ദേവീ ചൈതന്യം ഉൾക്കൊണ്ടു നിൽക്കുന്ന വൃക്ഷലതാദികളെ അനാവശ്യമായി തൊടാനോ ഉപദ്രവിക്കുവാനോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം. ഇവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ ധൈര്യമില്ല. കാരണമായി മുൻകാലങ്ങളിലെ പല തിക്താനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അങ്ങനെ ഈ വനത്തിന് മുഴുവൻ സംരക്ഷകയായി ഈ പ്രകൃതിയുടെ ആത്മതാണങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൊള്ളുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിൻ്റെ ഏകാഗ്രത നൽകി സർവകോശങ്ങളെയും തേജോമയമാക്കി പ്രാണോർജത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോത്സവം പകർന്നു നൽകാൻ ദേവി ഇവിടെ വനദുർഗയായി കുടികൊള്ളുന്നു.
കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. 44 ഇനത്തോളം പക്ഷികളും വിവിധ ഇനം ചെറുജന്തുക്കളും നിറഞ്ഞ ഇരിങ്ങോൾ കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 1993 ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം. ഇക്കാരണം കൊണ്ട് തന്നെ ഇരിങ്ങോൾ കാവിന്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർത്തിക്കുന്നു. ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ്. തൃണബിന്ദു മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ് വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതാണ്. ഇരിങ്ങോൾ ദേവിക്ക് ഉപദൈവങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻമരങ്ങൾ തന്നെയാണ് ദേവിക്ക് ഉപദൈവങ്ങൾ. ബലിക്കല്ലിന് മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണാം. ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലുകളിലെ ലോഹത്തകടുകളിൽ ദേവീ ശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോടെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ഇരിങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് 3 ഭാവങ്ങളാണ്. രാവിലെ അഖില ലോക കലാദേവതയായ സരസ്വതീ ദേവി. പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെടുന്നു. അരുണോദയത്തിൽ നിൻ അരികെ വരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി. ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളീഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവീ ദർശനം വഴി സഫലതയേകുന്നു. വിജ്ഞാനം അഖിലേശ്വരി. തിരുവുച്ച പൂജയ്ക്ക് തിരുമുൻപിലെത്തുമ്പോൾ അഖിലാർത്ഥവും നൽകും. ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത് എന്ന ഭക്തന്റെ മാനസം തൊഴുകൈകളുമായി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ 100,000 ജന്മങ്ങളിലൂടെ മോക്ഷയാത്രയ്ക്കായി പ്രയാണം നടത്തുന്ന ആത്മാവിലേക്ക് തന്നെയാണ് ദേവിയുടെ ചൈതന്യം പകർന്നു കിട്ടുന്നത്. ഭുവനേശ്വരി ഇരവാകിലിങ്ങെത്തി പരിചൊടു നിത്യേന സുരവൃന്ദം പൂജിക്കും പരമേശ്വരി. ഇരവാകിലിങ്ങെത്തി പരിചൊടു നിത്യേന സുരവൃന്ദം പൂജിക്കും പരമേശ്വരി. മംഗല്യവാരിധി ശ്രീ
എല്ലാം മറന്നു മുന്നിൽ നിൽക്കവേ ഭൈരവി, ചൊല്ലുവാൻ വയ്യല്ലോ മമ നിർത്തി. വിശുദ്ധി, ക്ഷമ, സ്ഥിരോത്സാഹം ഇവയാണ് വിജയത്തിനുള്ള കാരണങ്ങൾ. എല്ലാത്തിനും പുറമെ സ്നേഹവും. ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.